ഹായ്, എല്ലാവർക്കും ഫോറക്സ് ലേണിംഗ് സീരീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇത് ഏഴാമത്തെ പാർട്ട് 7 മുമ്പുള്ള വീഡിയോസിൽ നമ്മൾ ഫോറക്സ് ട്രേഡിങ്ങിനെ കുറിച്ച്, ഫോറക്സ് ട്രേഡിംഗ് എന്താണ് പഠിച്ചു, അതുപോലെ കറൻസി പെയേഴ്സിനെ കുറിച്ച് പഠിച്ചു, അതുപോലെ തന്നെ ലോട്ട് സൈസ്, പിന്നീട് നമ്മൾ മാർക്കറ്റ് സ്ട്രക്ചറിനെ കുറിച്ചൊക്കെ പഠിച്ചു. അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും കാണുക. ഇതിന്റെ ബേസിക് മുതൽ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കണ്ട് ഈ ഒരു 1 മുതൽ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു സീരീസ് മൊത്തം കാണുക. മുമ്പുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഈ ചാനലിൽ തന്നെ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, നമുക്ക് ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ബ്രോക്കർ ആവശ്യമുണ്ട് അല്ലേ. അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു ബ്രോക്കറാണ് XNS എന്നുള്ളത്. അപ്പം നമുക്ക് ഫോറക്സ് ട്രേഡിംഗ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ നമുക്ക് റവന്യൂ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മേഖല തന്നെയാണ്. അത് നമുക്ക് ഡെമോ ആയിട്ട് നമുക്ക് പൈസ മുടക്കാതെ തന്നെ നമുക്കൊരു ഫോറക്സ് ബ്രോക്കറിൽ ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ട് അതിൽ നമ്മൾ ട്രേഡ് ചെയ്ത് പഠിച്ച് നമുക്ക് റിയൽ ആയിട്ട് തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പം ഞാൻ ഇവിടെ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ട്, ഗോൾഡിൽ ട്രേഡ് എടുത്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ഞാൻ നമുക്ക് ഇങ്ങനെ ഒരു അക്കൗണ്ട് എടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് MT5 കണക്ട് ചെയ്ത ശേഷം ഇങ്ങനെ നമുക്ക് ഇതിൽ ട്രേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ $53 അത് പ്രോഫിറ്റിൽ റൺ ചെയ്യാണ്. അതിൽ ഞാനൊരു കുറച്ച് ബുക്ക് ചെയ്തിട്ടുണ്ട്, $96 ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങൾക്കും ട്രേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒരു ഫോറക്സ് ബ്രോക്കർ, ഞാനിപ്പോൾ പറയുന്നത് XNS ആണ്. XNSൽ എങ്ങനെയാണ് റിയൽ അല്ല ഡെമോ അക്കൗണ്ട് ആദ്യം സ്റ്റാർട്ട് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് റിയൽ അക്കൗണ്ടിൽ അത് തന്നെ നിങ്ങൾക്ക് ക്യാഷ് നിങ്ങളുടെ കയ്യിൽ എമൗണ്ട് ഉണ്ടാവുമ്പോൾ, പൈസ ഉണ്ടാവുമ്പോൾ മാത്രം ഇൻവെസ്റ്റ് ചെയ്താൽ മതി. ആ ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം. ട്രേഡ് ചെയ്ത് പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ റിയൽ എമൗണ്ടിലേക്ക് വരാം. അപ്പോൾ ഡെമോ അക്കൗണ്ട് തുടങ്ങാൻ എങ്ങനെയാണ് ഡെമോ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായും ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഫസ്റ്റ് വീഡിയോ മുതൽ തന്നെ കാണുക. ഫോറക്സ് മാർക്കറ്റിനെ കുറിച്ച് വിശദമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഇതിലേക്ക് ഇറങ്ങുക, റിയൽ ആയിട്ടുള്ള മണി ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഒരിക്കൽ കൂടി പറയുകയാണെങ്കിൽ ഫോറക്സ് മാർക്കറ്റിനെ കുറിച്ചുള്ള ഒരു എഡ്യൂക്കേഷണൽ വീഡിയോ ആണ്. അപ്പോൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത്, ഇതിൽ റിയൽ മണിയിൽ ട്രേഡ് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്തത്തിൽ മാത്രം ട്രേഡ് ചെയ്യാം. അപ്പോൾ ഇത് എങ്ങനെയാണ് ഡെമോ അക്കൗണ്ടിൽ ട്രേഡ് ചെയ്യണം, ഡെമോ അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് മാത്രമാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. വരും വീഡിയോയിൽ നമുക്ക് സ്ട്രാറ്റജികളെ കുറിച്ചും മറ്റു കാര്യങ്ങളൊക്കെ വിശദമായിട്ട് തന്നെ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്, നിങ്ങൾക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു XNS എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് ബ്രോക്കേഴ്സ് ഉണ്ട്. പക്ഷേ XNSൽ നമുക്ക് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൽ ഏകദേശം 2008 മുതലാണ് XNS സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതിൽ നമുക്ക് ലോ സ്പ്രെഡ് ആണ്, അധികം സ്പ്രെഡൊന്നുമില്ല, ചെറിയ സ്പ്രെഡ് കൊടുത്താൽ മതി. അതിൽ കമ്മീഷൻ ആണെങ്കിലും ചെറിയ കമ്മീഷനിൽ ട്രേഡ് ചെയ്യാൻ പറ്റുന്ന അക്കൗണ്ടുകൾ ഇതിലുണ്ട്. പിന്നെ പേ ഔട്ടൊക്കെ ആണെങ്കിൽ ഡെപ്പോസിറ്റും വിഡ്രോവലൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇൻസ്റ്റന്റ് ആണ്, വളരെ പെട്ടെന്ന് 5 മിനിറ്റ് കൊണ്ടൊക്കെ പേ ഔട്ടും അതുപോലെ തന്നെ നമുക്ക് വിഡ്രോവലും അതുപോലെ ഈ ഡെപ്പോസിറ്റും പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. പിന്നെ ഇന്ത്യൻ കസ്റ്റമേഴ്സിന് വേറെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് UPI ട്രാൻസാക്ഷൻ ഇതിൽ അവൈലബിൾ ആണ്. UPI വഴി നമുക്ക് എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിലുണ്ട്. അതുപോലെ നെഗറ്റീവ് ബാലൻസ് പ്രൊട്ടക്ഷൻ, അങ്ങനെ ട്രേഡിംഗ് അക്കൗണ്ട്സുകൾ വളരെ ഒരു 4-5 ടൈപ്പ് ട്രേഡിംഗ് അക്കൗണ്ടുകളൊക്കെ ഉണ്ട്. സീറോ സ്പ്രെഡ് ഉണ്ട്, സ്റ്റാൻഡേർഡ് ഉണ്ട്, പ്രൊഫഷണൽ ഉണ്ട്, അതുപോലെ സ്വാപ്പ് ഫ്രീ ആണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സ്വാപ്പിനെ കുറിച്ചൊക്കെ നമ്മൾ മുമ്പ് വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കാണാത്തതുണ്ടെങ്കിൽ തീർച്ചയായും കാണാം. അപ്പോൾ നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം, ഒരു ഡെമോ അക്കൗണ്ട് ഫ്രീ ആയിട്ട് തന്നെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോക്ക് താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതുവഴി നിങ്ങൾക്ക് ചെയ്യാം. അതിൽ രജിസ്റ്റർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. രജിസ്റ്റർ എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇന്റർഫേസ് ആയിരിക്കും ലഭിക്കുക. വെരിഫിക്കേഷൻ, നമ്മൾ വിമൺ ആണെന്നുള്ളത് വെരിഫൈ ചെയ്യണം. ഓട്ടോമാറ്റിക് ക്ലൗഡ് ഫെയർ ഇവിടെ ഒരു ടിക്കറ്റ് കൊടുക്കുക, വെരിഫൈ യു ആർ ഹ്യൂമൻ. ഓക്കെ, വെരിഫിക്കേഷൻ സക്സസ് ആയി. അതിനുശേഷം നമ്മൾ കൊടുക്കേണ്ടത് ജസ്റ്റ് ഈ സ്റ്റെപ്പുകൾ ഫോളോ ചെയ്താൽ മതി. നമ്മുടെ ഏത് രാജ്യത്താണെന്നുള്ളത് കൊടുക്കുക. നിങ്ങൾ ഏത് രാജ്യത്താണോ ആ രാജ്യം കൊടുക്കുക. പിന്നെ നിങ്ങൾ ഇമെയിൽ ID എന്താണോ ആ ഇമെയിൽ ID നിങ്ങളിവിടെ കൊടുക്കുക. നിങ്ങളുടെ റിയൽ ഇമെയിൽ ID ആണ് കൊടുക്കണം. പിന്നെ പാസ്വേഡ്, നിങ്ങൾക്ക് പാസ്വേഡും 8 മുതൽ 15 ക്യാരക്ടർ വരെയാണ് കൊടുക്കേണ്ടത്. അതിൽ അറ്റ്ലീസ്റ്റ് 1 അപ്പർ കേസ് കൊടുക്കണം, 1 ലോവർ കേസും കൊടുക്കണം. അതുപോലെ ഒരു നമ്പർ ഉണ്ടായിരിക്കണം, പിന്നെ ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ഉണ്ടായിരിക്കണം. അങ്ങനെയാണ് പാസ്വേഡ് കൊടുക്കേണ്ടത്. ഓക്കെ, അങ്ങനെ മൊത്തമായിട്ട് ഏകദേശം 8 മുതൽ 15 വരെയുള്ള ക്യാരക്ടറാണ് ഇതിൽ വേണ്ടത്. അതുപോലെ I declare ആൻഡ് കൺഫേം ദാറ്റ്, ഇത് ഓട്ടോമാറ്റിക് വരും. നമ്മൾ ഇന്ത്യ കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കിന് വരും. പിന്നെ കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് വരിക. ഈ ഇന്റർഫേസ് നമ്മൾ ഡെമോ അക്കൗണ്ട് ചൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 10,000 വെർച്വൽ മണി ആയിരിക്കും നമുക്ക് ലഭിക്കുക. ഫുൾ ആക്സസ് ടു ദി ടെർമിനൽ. നമുക്ക് ഒരു റിയൽ അക്കൗണ്ടിൽ എങ്ങനെയാണോ ട്രേഡ് ചെയ്യുന്നത്
ആ ട്രേഡ് ചെയ്യുന്നത് പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഡെമോ അക്കൗണ്ടിലും ട്രേഡ് ചെയ്യാൻ പറ്റും. ഇനി റിയൽ അക്കൗണ്ടിലേക്കാണെങ്കിൽ റിയൽ അക്കൗണ്ട് നമ്മൾ നോക്കാം. ഇപ്പോൾ ഡെമോ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഡെമോ ഓട്ടോമാറ്റിക് ഡെമോ ഇവിടെ $10,000 വന്നിട്ടുണ്ട്. ഓക്കെ, ആ $10,000 നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. ആ $10,000 കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് $10,000 വീണ്ടും അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് വീണ്ടും ഉണ്ടാക്കാൻ പറ്റും. അതിൽ എമൗണ്ട് നമ്മൾ ലോസ് വന്നാലോ അല്ലെങ്കിൽ പ്രോഫിറ്റ് വന്നാലോ രണ്ടും ഇവിടെ വെർച്വൽ ആയിരിക്കും. അത് നമുക്ക് ട്രേഡ് ചെയ്ത് പഠിക്കാനുള്ളതാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു ഇതാണ് XNSന്റെ ടെർമിനൽ വരുന്നത്. ഇതിൽ നമുക്ക് ബൈയും സെല്ലൊക്കെ നടത്താൻ പറ്റും. ഇവിടെ കണ്ടില്ലോ, ഇവിടെ ബൈ സെല്ല് എന്നൊക്കെ ഉണ്ട്. നമുക്ക് വോളിയം കൊടുത്തിട്ടുണ്ട്, എത്രയാണ് നമ്മൾ വോളിയം എന്നൊക്കെ നമ്മൾ ലോഡ് സൈസ് ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ലോട്ട് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ബൈ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ബൈ ഓർഡർ ഓട്ടോമാറ്റിക്കായി. ഈ സ്റ്റോപ്പ് ലോസ് ആഡ് ചെയ്യണമെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഇവിടെ നമുക്ക് താഴേക്ക് പോകാം. ഇനി ടേക്ക് പ്രോഫിറ്റ് ആണെങ്കിൽ നമുക്ക് ടേക്ക് പ്രോഫിറ്റ് ഇവിടെ കൊടുക്കാം. ഇത് ഡെമോ അക്കൗണ്ട് ആകുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ബൈ ചെയ്യുന്നത് ഓട്ടോമാറ്റിക് ബൈ കൺഫേം എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഓട്ടോമാറ്റിക് ബൈ ആയി. ഇപ്പോൾ എപ്പോഴും ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ഏറ്റവും വലിയ ക്വാണ്ടിറ്റിയിൽ എടുക്കാതെ 0.01 എടുക്കുക. അതുപോലെ ടേക്ക് പ്രോഫിറ്റ് നിങ്ങൾക്ക് ഇവിടെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ടേക്ക് പ്രോഫിറ്റ് ആണെങ്കിൽ ഇവിടെ ട്രേഡ് ചെയ്യാൻ ടേക്ക് പ്രോഫിറ്റ് ഇവിടെ കൊടുക്കാൻ പറ്റും. നമുക്ക് ഇതിൻ്റെ മുകളിൽ കൊടുക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ട്രേഡ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് XNS. ഇത് ഈ ഒരു XNSന്റെ പ്ലാറ്റ്ഫോമാണിത്. ഇത് നമുക്ക് MT5 കണക്ട് ചെയ്യാൻ പറ്റും. MT5 എങ്ങനെ കണക്ട് ചെയ്യേണ്ടത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു XNSന്റെ പ്ലാറ്റ്ഫോമിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഈ ഒരു ഭാഗത്താണ് നമുക്ക് ഏത് ഇൻസ്ട്രുമെൻ്റ് ആണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ നമുക്ക് ഇവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഇൻസ്ട്രുമെൻറ്റും, ഇപ്പോൾ EURUSD ആണെങ്കിൽ EURUSD എന്നടിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ചാർട്ട് ഇവിടെ നമുക്ക് കിട്ടും. ആ ചാർട്ടിൽ നമുക്ക് EURUSDന്റെ ഡീറ്റെയിൽസ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്, നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിൽ ഏത് ലെവലിലാണ് നിങ്ങൾ വാങ്ങുന്നത്. ഇവിടെ നമുക്ക് 1 മിനിറ്റ് ഉള്ളത് നമുക്ക് ചാർട്ട് ടൈമൊക്കെ മാറ്റാൻ പറ്റും. അതുപോലെ ഇൻഡിക്കേറ്റേഴ്സ് ആഡ് ചെയ്യാൻ പറ്റും. വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. അപ്പോൾ ഇതിൽ നമുക്ക് പിന്നെ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ വെരിഫിക്കേഷൻ വേറെ കാര്യങ്ങളിലാണ്. ജസ്റ്റ് ഡെമോ അക്കൗണ്ട് ആകുന്നതുകൊണ്ട് തന്നെ ഏതൊരാൾക്കും ഏതൊരു ഇമെയിൽ ID ഉപയോഗിച്ച് ഈ ഒരു കാര്യങ്ങളൊക്കെ ജസ്റ്റ് ട്രേഡ് ചെയ്ത് പഠിക്കാൻ കഴിയുന്നതാണ്. ഇനി റിയൽ അക്കൗണ്ടിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു ഭാഗത്ത് പോയിട്ട് പേഴ്സണൽ ഏരിയ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ XNS തന്നെ നമുക്ക് നമ്മുടെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാൻ കഴിയുന്നു. ഓക്കെ, അപ്പോൾ റിയൽ അക്കൗണ്ട് എന്ന് കാണാം. ഇവിടെ ഡെമോ അക്കൗണ്ട്. അപ്പോൾ നമ്മൾ ഡെമോ അക്കൗണ്ട് നമുക്ക് ഇവിടെ കിട്ടുക. നമുക്ക് പുതിയതായിട്ടൊരു ഡെമോ അക്കൗണ്ട് വീണ്ടും ഒരു $10,000 ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓപ്പൺ ന്യൂ അക്കൗണ്ട് എന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്കിവിടെ പറ്റും ഇവിടെ സ്റ്റാൻഡേർഡ്സ് പ്രോ റോസ്പെഡ് 0 അങ്ങനെ ഇവിടെ അക്കൗണ്ടുകളുണ്ട്. അത് നമുക്ക് ഏതെങ്കിലും ഇപ്പോൾ സ്റ്റാൻഡേർഡ്സ് ആണെന്നുണ്ടെങ്കിൽ $10 ആണ് നമുക്ക് മിനിമം ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത് റിയൽ അക്കൗണ്ടിലേക്ക്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ചോദിക്കും നമ്മോട് ഇവിടെ ഇത് ഓക്കെ കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക് ചോദിക്കും നമ്മോട് ഡെമോ അക്കൗണ്ട് ആണോ റിയൽ അക്കൗണ്ട് ആണോ വേണ്ടത്. ഡെമോ അക്കൗണ്ട് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ പോലെ തന്നെ ഡെമോ അക്കൗണ്ട് അവൈലബിൾ ആവും. ഇനി റിയൽ അക്കൗണ്ട് ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ റിയൽ കൊടുക്കുക. അതിനുശേഷം ലിവറേജ് 1:2000 കിട്ടുന്നുണ്ട്. 1:2000 ആവശ്യമൊന്നുമില്ല. 1:500 നമ്മൾ ക്ലിക്ക് ചെയ്താൽ മതി. പിന്നെ USD ഏത് കറൻസി USD കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഒരു അക്കൗണ്ടിന് നെയിം കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് നെയിം കൂടെ കൊടുക്കുക, ഏത് നെയിം കൊടുത്താലും കുഴപ്പമില്ല. പിന്നെ ഒരു ട്രേഡിംഗ് പാസ്വേഡും കൂടി ഇങ്ങോട്ട് ആഡ് ചെയ്യുക. ആ ട്രേഡിംഗ് പാസ്വേഡും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്രിയേറ്റ് അക്കൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കിന് ഒരു റിയൽ അക്കൗണ്ട് ഇവിടെ ഓൾറെഡി ആഡ് ആവുന്നതാണ്. ഇനി ആ റിയൽ അക്കൗണ്ട് നമുക്ക് പൈസ ഡെപ്പോസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെപ്പോസിറ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ പ്രൊഫൈല് നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഫസ്റ്റ് നമ്മുടെ പ്രൊഫൈല് കംപ്ലീറ്റ് ചെയ്യണം. പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് കംപ്ലീറ്റ് പ്രൊഫൈൽ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ കൺഫേം ചെയ്യുക, നമ്മുടെ ഇമെയിൽ ID കൺഫേം ചെയ്യുക. ഇത് കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക് നമ്മുടെ ഇമെയിൽ IDയിലേക്ക് ഒരു OTP വരും. ആ OTP നമ്മൾ അടിച്ചു കൊടുക്കണം. അതുപോലെ ഫോൺ നമ്പർ പിന്നെ പ്രൊഫൈലിൽ കുറച്ച് ഇൻഫർമേഷനും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ റിയൽ ആയിട്ടുള്ള മണി നമുക്കിതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് UPI ഉപയോഗിച്ചൊക്കെ ചെയ്യാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ UPI ID ഉപയോഗിച്ച് പ്രോസസ്സിംഗ് ഫീ ഒന്നുമില്ല. ഇൻസ്റ്റൻ്റ് ആയിട്ട് $10 മുതൽ $530 വരെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ നിങ്ങൾ മണി ഒരിക്കലും ഇതിലേക്ക് ആഡ് ചെയ്ത് നിങ്ങൾ ഫസ്റ്റ് ഡെമോ അക്കൗണ്ടിൽ മാത്രം ട്രേഡ് ചെയ്യാം. അപ്പം മാത്രമാണ് നമുക്ക് ഇത് ചെയ്യാൻ കഴിയുമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പഠിച്ചിട്ട് നിങ്ങൾ സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്ത് ആ സ്ട്രാറ്റജി വർക്ക് ആവുന്നുണ്ട്, നിങ്ങൾക്കൊരു 100% ഉറപ്പ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു എമൗണ്ടൊക്കെ ഇതിൽ ആഡ് ചെയ്ത് ട്രേഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക,
ഇങ്ങനെ ജസ്റ്റ് ഒരു ഇമെയിൽ ഐ ഡി താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതുവഴി നിങ്ങൾ ജസ്റ്റ് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്കത് ഡെമോ അക്കൗണ്ടിൽ നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ സ്ട്രാറ്റജി ഒക്കെ വർക്ക് ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ചെറിയൊരു എമൗണ്ട് നിങ്ങൾക്ക് ഈ പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്ത ശേഷം ചെറിയൊരു എമൗണ്ട് ആഡ് ചെയ്ത് റിയൽ ട്രേഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിന് പറ്റിയ പ്ലാറ്റ്ഫോമാണ് XNS. അപ്പോൾ അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ട്രേഡ് ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. ഇനി ഈ ഒരു XNSലെ ഈ ഡെമോ അക്കൗണ്ട് ഉപയോഗിച്ച് എങ്ങനെയാണ് MT5 ഈ ഒരു ഡെമോ അക്കൗണ്ട് വെച്ചിട്ട് ലോഗിൻ ചെയ്ത് ട്രേഡ് ചെയ്യാൻ പറ്റുന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പറയുന്നതാണ്. തീർച്ചയായും ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ മുമ്പുള്ള വീഡിയോകൾ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും കാണുക. നമുക്കായാലും അടുത്ത വീഡിയോ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.